ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് അപ്പോൾ പുതുത്തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നമ്മുടെ 30 ഫൈനാൻസ് കണ്ടന്റ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു സംഭവമാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെറിയൊരു കഥ പോലെയൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിലൊക്കെ ഷെയർ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിൾ ഒരു സ്റ്റോറി പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ജസ്റ്റ് ഒരാൾക്ക് ഒരു കടയിൽ വയ്ക്കുക, നല്ല അടിപൊളി കടയാണ്. എന്താ പറയുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഏത് കട എടുക്കുക, ഒരു ക്ലോത്തിങ് ഷോപ്പോ ക്ലോത്ത് ഷോപ്പ് അല്ലെങ്കിൽ ക്ലോത്തിങ് ഷോപ്പ് എടുക്കുക, നല്ലൊരു തുണിക്കട, നല്ല അടിപൊളി കടയിൽ നിന്ന് വയ്ക്കുക. പക്ഷേ കുറച്ചെത്തിയപ്പോൾ അയാൾക്കത് കട അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ വലുതാക്കണം എന്ന് തോന്നി. കട ലോകത്തെ എല്ലായിടത്തും എത്തിക്കണം, അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങളിൽ എത്തിക്കണം, വലിയ വലിയ ബിൽഡിംഗ് ആകണം എന്നൊക്കെ തോന്നി. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റാണ്, അതായത് പൈസ വേണം. അപ്പോൾ അയാളുടെ പൈസ ഇല്ല. അപ്പോൾ അയാളിങ്ങനെ വിചാരിച്ചു, എന്ത് ചെയ്യുന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അയാൾ ആദ്യം വിചാരിച്ചു ലോൺ എടുക്കാം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും ലോൺ എടുക്കാം. അപ്പോൾ അയാൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് തോന്നി അതിൻ്റെ ആവശ്യമില്ല. വലിയ വലിയ കമ്പനികളൊക്കെ എന്താണ് ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആൾക്കാർ പൈസ കൊടുക്കുമല്ലോ, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അയാളങ്ങനെ വിചാരിച്ചിട്ട് അയാളുടെ കമ്പനി അയാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് അല്ലെങ്കിൽ IPO എന്ന് പറയുന്നത്. ഒരു കമ്പനീനെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുതന്നെ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് IPO എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ ഇടയിൽ കുറച്ച് ടേംസൊക്കെ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് IPO ചെയ്യുമ്പോൾ ഒരു കമ്പനി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആവും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആകുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഷെയറുകളായിട്ട് വിൽക്കുകയാണ്. അതായത് ഒരു കമ്പനീനെ പല പാർട്സുകളായിട്ട് ചെറിയ ഷെയറായിട്ട് വെക്കുക. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കമ്പനിയുടെ വാല്യൂ, ഇപ്പോൾ ആ ഒരു കമ്പനിയുടെ ടോട്ടൽ വാല്യൂ 1,00,000 ഉണ്ടെന്ന് വയ്ക്കാം, 1,00,000 വാല്യൂ എന്ന് വയ്ക്കാം. അപ്പോൾ അത് നമ്മൾ ചെറിയ ഷെയർ ആക്കിയിട്ടായിരിക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കുക. അത് പാർട്സ് ആയിട്ട്, അതായത് ഒരു 100 ഷെയറായിട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ 100 ഷെയറായിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1000/100 അല്ല 1,00,000/100 എന്ന് പറയുമ്പോൾ 1000 രൂപ. ഒരു ഷെയറിന് 1000 രൂപയായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു കടേനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ നല്ല അടിപൊളി കടയാന്ന് തോന്നിയിട്ട് ഇതിൻ്റെ ഷെയർ വാങ്ങാമെന്ന് ചോദിക്കും. കാരണം ഇത് ഭാവിയിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുമെന്ന് അവർക്കറിയാം. അപ്പോൾ ഷെയറിൻ്റെ വാല്യൂവും കൂടുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെ വാങ്ങാമെന്ന് വിചാരിക്കും, കുറേ പേര് വാങ്ങും. അപ്പോൾ 1000 രൂപ വെച്ചിട്ട് ഇപ്പോൾ ഒരു 50 ആളോ 60 ആളോ വാങ്ങിച്ചെന്ന് വയ്ക്കാം. അപ്പോൾ 60,000 രൂപ നമുക്ക് ഈ കമ്പനിയുടെ ഓണർക്ക് കിട്ടും. അപ്പോൾ ആ കാശ് വെച്ചിട്ട് നമുക്ക്, ഇത് ചെറിയ എമൗണ്ടാണ്, ഇത് വലിയ വലിയ കോടികളിലൊക്കെയാണ് കണക്ക് വരുന്നത് ശരിക്കും കമ്പനികളിലൊക്കെ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാശ് വെച്ചിട്ട് ഈ കടക്കാരന് കട നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാം, കച്ചവടം കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ കച്ചവടം കൂട്ടി നല്ല അടിപൊളി കച്ചവടമായി. അപ്പോൾ 1000 രൂപയ്ക്കാണല്ലോ ഒരു ഷെയർ വാങ്ങിച്ചത്. അപ്പോൾ കച്ചവടം കൂട്ടി നല്ല സെറ്റപ്പായപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഷെയർ വാങ്ങണമെന്ന് തോന്നി. ബാക്കി വേറെ കുറേ ആൾക്കാർക്കൊക്കെ ഈ ഒരു ഷെയർ വാങ്ങണമെന്ന് തോന്നി. അപ്പോൾ ഷെയർ ഓൾറെഡി ഉള്ള ആൾക്കാർ 1000 എന്നുള്ള കുറച്ച് കൂട്ടിയിട്ടൊരു 1500 രൂപയ്ക്കോ അങ്ങനെ വേണമെങ്കിൽ വിൽക്കാമെന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ മറ്റേ ആൾക്കാർ 1500 ആണെങ്കിലും കുഴപ്പമില്ല വാങ്ങാമെന്നുള്ള രീതിയിൽ, കാരണം ഈ കമ്പനി നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ 1500 വാങ്ങും. അപ്പോൾ ഈ ഫസ്റ്റ് വിറ്റ ആൾക്ക് 500 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ നോക്കിയാൽ കാണാം, അതായത് ഇങ്ങനെ പെട്ടെന്ന് സെക്കൻഡിനൊക്കെ വെച്ച് ഇങ്ങനെ പൈസ ഇങ്ങനെ മാറി കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാർ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ അത്രയധികം ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ ഷെയർ വാങ്ങലും വിൽക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വാല്യൂസ് അതാണ് ഇങ്ങനെ പെട്ടെന്ന് സെക്കൻഡ് വെച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഷെയർ വാങ്ങാമെന്ന് വെച്ചാൽ നമുക്ക് കടക്കാരൻ്റെ അടുത്ത് പോയി ഷെയർ വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഷെയർ ആൾ ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടല്ലോ. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വാങ്ങണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു അതോറിറ്റി ഉണ്ടല്ല, എന്താ പറയുക, എക്സ്ചേഞ്ച് ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇന്ത്യയിലുള്ളത്, NSE ഉണ്ട്, BSE ഉണ്ട്. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. അപ്പോൾ പല കമ്പനികളിൽ ചിലത് NSEയിലുള്ളതായിരിക്കും, ചിലത് BSEയിലായിരിക്കും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. എക്സ്ചേഞ്ചിൽ നമുക്ക് വാങ്ങണമെങ്കിൽ നമുക്ക് ബ്രോക്കറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ അപ്സ്റ്റോക്സ്, സെറോദ, ഗ്രോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ല. അപ്പോൾ അതൊക്കെ ബ്രോക്കറുകളാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ സ്റ്റോക്കൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ഞാനൊരു കഥ മുമ്പ് കുറേ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് പണ്ട് 2002 ഒരു ബുള്ളറ്റ് വാങ്ങണതിൻ്റെ വില എന്ന് പറയുന്നത് 2 ലക്ഷത്തിൻ്റെ അടുത്തായിരുന്നു വില, 1.5 ലക്ഷം 2 ലക്ഷം. അപ്പോൾ അന്ന് ബുള്ളറ്റ് വാങ്ങണതിന് പകരം ആ 2 ലക്ഷം രൂപ ബുള്ളറ്റിൻ്റെ ഷെയർ, അതായത് ഏഷ്യർ മോട്ടോഴ്സാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത് ഏകദേശം 6 കോടി 7 കോടി ആയിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് ബുള്ളറ്റ് വാങ്ങണതിന് പകരം ഇന്ന് നിങ്ങൾക്ക് റോൾസ് റോയ്സൊക്കെ വേണമെങ്കിൽ വാങ്ങായിരുന്നു. അങ്ങനത്തെ രീതിയിൽ പൈസ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവും,
പൈസ പോയി, അതായത് കുറേ ആൾക്കാരുടെ പൈസ പോയി, കുറേ ആൾക്കാർക്ക് വലിയ പൈസ കിട്ടി, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു, അതേപോലെ തന്നെ നിഫ്റ്റി ഇടിഞ്ഞു, അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിഫ്റ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. നിഫ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള 50 സ്റ്റോക്കുകളുടെ ഒരു വാല്യൂവിനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് കിട്ടുന്ന ഒരു വാല്യൂ ആണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. നിഫ്റ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനികളുടെ വാല്യൂ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാ സംഭവങ്ങളും പറഞ്ഞു, ജസ്റ്റ് ബേസിക് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 30 days 30 ഫൈനാൻസ് കണ്ടൻറ്റിൻ്റെ ഒരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ അതുപോലെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.